എനിക്ക് എന്റെ പ്രിയുണ്ട്. മനസ്സിലാവില്ലേ? ഇതുവരെ ഇഷ്ടം പറഞ്ഞിട്ടില്ലല്ലോ. നീ നോക്കിക്കോ, കെട്ടുകയാണെങ്കിൽ ഞാൻ അവളെ കെട്ടു. ഓ, കണ്ടാ മതി. നീ എന്തിനാ പ്രിൻസിയോട് അവരെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ്? അവരെ ബയോഡാറ്റയിൽ അഡ്രസ് എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ നിങ്ങളിപ്പോ വേറൊരു കാര്യത്തിന്റെ പിന്നാലെയല്ലേ, സോ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയതാ. ശരി. പിന്നെ ആ ഡ്രഗ് സപ്ലൈ ചെയ്യുന്നവന്റെ ലീഡറിനെ കിട്ടി. നമ്മുടെ സെല്ലിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെറുതെ ലോക്ക് ചെയ്തിട്ടുണ്ടോ? കൊന്നേക്ക്. അത് തന്നെയാ പ്ലാൻ. പക്ഷേ അതിനു മുമ്പ് അവന്റെ അടുത്തുനിന്ന് കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് അവനെ ഞങ്ങൾ തീർക്കും. വേറെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ ലിസ നിന്നെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അവളെ മീറ്റ് ചെയ്യാൻ നാളെ. ഞാനൊന്ന് പപ്പന്റെ അടുത്ത് പോവാ. അപ്പൊ നീ അവിടെ നിൽക്കാണോ? ഇല്ല, ഞാൻ ഐറ്റ് തന്നെ എത്തും. അവനെവിടെ പോയതാ? അവൻ പപ്പന്റെ അടുത്ത് പോയതാ. അതേതായാലും നന്നായി. അതെന്താ? അവനുള്ളത് കൊണ്ട് എനിക്ക് നിന്നോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അത് തന്നെ. നീ എന്താ കാണാനെന്ന് പറഞ്ഞത്? ഞാൻ ഗായനെ കണ്ടു. വാട്ട്? എങ്ങനെ? 2 days മുമ്പ് അവൾ ആരവിന്റെ ഫ്ലൈറ്റിൽ സ്റ്റേ ചെയ്തിരുന്നു. അന്ന് നിനക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? അവളെ കാണാനെന്ന് 3 പേര് വന്നിരുന്നു. അതും നിന്റെ കോളേജിലുള്ളവര്. എന്റെ കോളേജിലുള്ളവരോ? അതാരാ? ശ്യാം. അത് ആ ദിയയും ഡെറുക്കും കിരണോ. അവന്മാരോ? എന്നാലും അവരെന്തിന്? അതറിയില്ല. ബട്ട് നിങ്ങൾ അലേർട്ടായിരിക്കണം. ഐ നോ ലിസ, ഞാൻ നോക്കിക്കോളാം. നമ്മുടെ ഹർഷനും ജിതിനും പഠിത്തമൊക്കെ കഴിഞ്ഞ് അവര് പഠിച്ച കോളേജിൽ തന്നെ PGയും ചെയ്തു. ഹർഷൻ അതുകൊണ്ട് തന്നെ ഇന്ന് നാട്ടിൽ പോവാൻ. പിന്നെ ജിത്തു പപ്പയുടെ ബിസിനസ് നടത്താൻ UK-ലോട്ടും പോവാൻ. പിന്നെ നമ്മുടെ ഗൗരിയും ടീമും PG അവര് പഠിച്ച കോളേജിൽ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. ബാക്കിയെല്ലാം നമുക്ക് കഥയിൽ നിന്ന് കാണാം. എന്താ നിനക്കൊരു സങ്കടം? നാളെ തന്നെ പോണോ കടുവേ? പോണം. പോയില്ലെങ്കിൽ ശരിയാവില്ല. ഐ മിസ് യു. ഐ മിസ് യു ടു ഗൗരി. 2 വർഷം കൂടിയല്ലേ നിന്റെ സ്റ്റഡീസ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നീ വിഷമിക്കാതെ. ജോലി കിട്ടിയില്ലേ നിന്നെ കെട്ടിച്ചു തരില്ല, അതുകൊണ്ടല്ലേ. എന്നാലും നീ വിഷമിക്കാതെ എന്റെ പൂജ. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലൂടെ നമുക്കൊന്ന് ഫീൽ ചെയ്യണ്ടേ? ടൈമായി, നിങ്ങൾ വാ. ദേ ഗൗരി, കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ നിന്റെ എക്സാം ആണ്. സോ വിഷമിക്കാതെ പോയി പഠിക്കാൻ നോക്ക്. എത്തിയിട്ട് വിളിക്കണം. ഉറപ്പായും വിളിക്കും. അളിയാ, നീ എന്നോട് യാത്ര പറഞ്ഞില്ല. പോയിട്ട് വരാൻ ഞാൻ. ജീന, പോട്ടെ ഞാൻ. ചെല്ല് എന്നിട്ട് വേഗം വരണം. എന്റെ നാത്തൂന് ഇവിടെ ഒറ്റക്ക. പോവാം. ഇനി ഇവനെ ഡ്രോപ്പ് ചെയ്യണ്ടേ? അപ്പൊ ശരി, നമുക്ക് കാണാം. 2 വർഷം പെട്ടെന്ന് പോവും. നീ വിഷമിക്കാതെ. അല്ല, എന്റെ പെങ്ങളെവിടെ? ഞാനിവിടെ ഉണ്ട്. ഞാൻ പോട്ടെ ഗൗരി. ഐ മിസ് യു ഹർഷേട്ടാ. പൊന്നു മോളെ,
നീയും കൂടി ഇമോഷണൽ ആവില്ലേ? എനിക്ക് അതുകൂടെ താങ്ങില്ല. പിന്നെ ഞാൻ എവിടെയും പോവില്ല. നിനക്ക് എന്തേലും പ്രോബ്ലം വന്നാൽ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ആ നിമിഷം ഞാൻ എത്തിയിരിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കടുവേ. എക്സാം കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? മന്മൻ ശ്യാമിന്റെ വീട്ടിൽ നിൽക്കാൻ പോവാ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരും. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. കുറച്ച് തിരക്കുണ്ട് ഗൗരി. അങ്ങനെ 1 മന്ത് ഗൗരി ശ്യാമിന്റെ വീട്ടിൽ നിന്ന്. ഇപ്പൊ അവര് തിരിച്ചവരെ സ്ഥലത്ത് തന്നെ ഒത്തുകൂടി. സോ ബാക്കി നമുക്ക് കാണാം. ഫൈനലി ഒരു ബ്രേക്ക് കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഒത്തുകൂടി. ഇനി നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാം, അല്ലേ? പിന്നെന്താ, നമുക്ക് പോവാലോ. ഹലോ ഹർഷേട്ടാ. ഹലോ പൂജ, എവിടെ വരെ ഈ ട്രിപ്പിന്റെ പ്ലാനൊക്കെ? നെക്സ്റ്റ് വീക്ക് പോവാമെന്നാ പറഞ്ഞ്. ഓ, നിങ്ങളെ ക്ലാസ് ഇനി എന്നാ? PG തുടങ്ങാൻ ഇനിയും 3 months ഉണ്ട്. നീ കഴിച്ചോ? കഴിച്ചു. ഇന്നത്തെ വർക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഐ മിസ് യു പൂജ. ഐ മിസ് യു ടു ഹർഷേട്ടാ. ഞാൻ വിളിക്കാൻ നിന്നെ. നാളത്തേക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. നീ എവിടെയാ ഉള്ളത്? ഞാൻ വീട്ടിലുണ്ട്. എന്താ? നീ വാ, നമുക്ക് അവളെ കാണാൻ പോണം. ആരെ? ഗായത്രി. എന്തിന്? അവളെ വിളിച്ചിട്ടുണ്ട്. സോ നീ വരണം. ഞാൻ വരാം. നീ അലക്സിനെ വിളിച്ചോ? അവളോട് ഞാൻ പറഞ്ഞു. നീ ലൊക്കേഷൻ ഷെയർ ചെയ്താ മതി, ഞാൻ വരും. ആ, നിങ്ങൾ വന്നു. നീ എന്താ വരണമെന്ന് പറഞ്ഞേ? ഐ ഹാവ് എ പ്ലാൻ. എന്താ പ്ലാൻ? ഇതിപ്പോ എക്സിക്യൂട്ട് ചെയ്യരുത്. കാരണം ആരും ഇവിടെ ഇല്ല. അവനില്ലാതെ ഈ പ്ലാൻ നടക്കില്ല. ആരും ഇതൊന്നും അറിയരുതെന്നല്ലേ താൻ പറഞ്ഞത്? അത് ശരിയാ, അവന് പ്ലാൻ ചെയ്യുന്നത് അറിയില്ല. ബട്ട് ഈ കാര്യം ചെയ്യാൻ അവന്റെ ആവശ്യമുണ്ട്. സോ അവൻ പോലും അറിയാതെ അവനെ നമുക്ക് നമ്മളെ പ്ലാനിൽ ചേർക്കാം. ഇത്രയും വർഷം വെയിറ്റ് ചെയ്തല്ലോ, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. ഗൗരി, യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. അപ്പൊ നിങ്ങള് PG ചെയ്യുന്നില്ലേ? ഇല്ല, ഞങ്ങള് പ്ലാന് മാറ്റി. എന്താ ജീന? ഞങ്ങൾ ഒരു കോഴ്സ് ചെയ്യാന്നാ കരുതുന്നേ. പിന്നെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് കൂടെ ഞങ്ങളുടെ കൂടെ വരാന്ന് പറഞ്ഞു. സോ ഞങ്ങൾ അവന്റെ അടുത്തേക്ക് പോവാ. നിങ്ങൾക്ക് നാളെ തന്നെ പോകണം? പോണം. നെക്സ്റ്റ് മന്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിനു മുമ്പ് എനിക്കൊന്ന് വീട്ടിൽ പോണം, അതാ. എന്നാ നിങ്ങൾക്കിത് നേരത്തെ ഞങ്ങളോട് പറഞ്ഞൂടെ? സോറി ഗൗരി, ഞങ്ങൾ പെട്ടെന്നെടുത്ത തീരുമാനമായിപ്പോയി. നിങ്ങളും ഉണ്ടാവില്ലേ ട്രിപ്പിന്? ഇല്ല, ഐ എം സോറി ഗൈസ്. സാരല്ല, നിങ്ങൾ പോയിട്ട് വാ. എന്നിട്ട് അവൾ എന്നോട് ഇതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ആർക്കറിയാം, അവൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ എന്ത് പറയാൻ, അവളെ ലൈഫല്ലേ. പിന്നെ നാളെയാണ് അവളെ ഫ്ലൈറ്റ്. അവൾ എവിടെയാണ് പഠിക്കാൻ പോകുന്നേ? അത് ഞാൻ ചോദിച്ചില്ല. അവൾ ആദ്യം അവിടേക്കാ വരുന്നേ. അത് കഴിഞ്ഞിട്ടേ അവള് പഠിക്കേണ്ട സ്ഥലത്ത് പോകും എന്നാ എന്നോട് പറഞ്ഞത്. എന്തായാലും അവൾ ഇവിടെ വരില്ലേ, അപ്പൊ ചോദിക്കാം. എന്തായാലും നീ കിടക്കാൻ നോക്ക്, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഗുഡ് നൈറ്റ് കടുവേ. ഗുഡ് നൈറ്റ്. അപ്പൊ ശരി, കാണാം നമുക്ക്. നീ വീട്ടിലെത്തിയിട്ട് വിളിക്കണം. എന്തൊക്കെ പ്ലാനായിരുന്നു ട്രിപ്പിനെ കുറിച്ച്. ഇപ്പൊ അവളും പോയി. അതിനെന്താ, നമ്മള് 3 പേരില്ലേ, നമുക്ക് പോവാം. സത്യമായിട്ടും?
അതെന്നെ, നമുക്ക് പോവാം. എന്തായി കാര്യങ്ങളൊക്കെ? വിചാരിച്ച പോലെയല്ല, ഇതുവരെ ഒരു ലീഡ് പോലും കിട്ടിയില്ല. എന്തായാലും ഞാൻ ലിസയും നാളെ തന്നെ അങ്ങോട്ട് വരാം. അപ്പോ ഗൗരി? ഇപ്പൊ അവളെ പിന്നാലെ ആരും ഇല്ലല്ലോ, സോ പേടിക്കണ്ട. ശരി, എന്നാ ഞാൻ ലിസയോട് കാര്യം പറയട്ടെ. നിനക്കൊരു സ്ഥലത്ത് മര്യാദക്ക് നിൽക്കാൻ അറിയില്ലേ മോളെ? ഒരു സ്ഥലത്ത് നിന്നാ ഒരു ത്രില്ലില്ലെന്നേ. നിനക്ക് രണ്ട് അടി കിട്ടാത്തതിന്റെ ഓർമ്മ. ജീന, അഖിലു ഉണ്ടോ നിന്റെ കൂടെ? അത് പിന്നെ ഇല്ലാതിരിക്കോ പപ്പേ? നല്ലൊരു പയ്യനായിരുന്നു, അവനെയും വഴിതെറ്റിച്ച്. എന്താണാവോ ചർച്ച? ഇവളെ ഭ്രാന്തിനെ കുറിച്ച്. പിന്നെ പപ്പ മമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ചിത്തു? കോളേജിൽ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട്. സോ ഹർഷനും വരും. അതുകൊണ്ട് ഞാനൊന്ന് 1 മന്ത് ബാംഗ്ലൂരേക്ക് പോവാ. 1 മന്ത് ഒക്കെ എന്തിനാ? ഞങ്ങളൊരു ട്രിപ്പ് കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതാ. ചെല്ല്, അത് കഴിഞ്ഞിട്ട് വേണം നിന്റെ മാരേജിനെ കുറിച്ച് ആലോചിക്കാൻ. മമ്മ പ്ലീസ്, ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു മാരേജ് വേണ്ടെന്ന്. അതിന് നിന്നെ ഇപ്പൊ കെട്ടിക്കുന്നില്ല, നല്ലൊരു പ്രപ്പോസൽ നോക്കി വെക്കുന്നു, അത്രേ ഉള്ളൂ. മമ്മ, ഏട്ടന് ഇപ്പൊ ഒരു ലവ് ലൈഫ് ഇൻട്രസ്റ്റ് ഇല്ല. സോ ഇപ്പൊ ഏട്ടനോട് അത് പറഞ്ഞ് കമ്പൽ ചെയ്യല്ലേ. ഓ, എന്നാ നിങ്ങൾ ഇഷ്ടം പോലെ. നീയോ എന്താ ഇങ്ങോട്ട് വന്നേ? ഗൗരിയുടെ കാര്യം എന്താ ഏട്ടൻ ഇവിടെ പറയാത്തെ? അവളെ സ്റ്റഡീസ് കഴിഞ്ഞ് പറയാന്ന് കരുതി. നമ്മുടെ പപ്പയും മമ്മിയും നമുക്ക് സപ്പോർട്ടായാലേ നിൽക്കൂ. പിന്നെന്താ ഗൗരിയുടെ കാര്യം പറയാത്തെ? അഖിലിന് പപ്പയ്ക്കും മമ്മിക്കും ചെറുപ്പം മുതലേ അറിയാം ഗൗരിയുടെ കാര്യം അങ്ങനെയല്ല. സോ അവൾ പഠിത്തം കഴിഞ്ഞ് പറയാന്ന് കരുതി. എന്തായാലും എല്ലാത്തിനും കൂടെ ഞാൻ ഉണ്ടാവും. സോ നമ്മൾ മറ്റന്നാളല്ലേ പോകുന്നേ? അതെ, 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ ഗൗരി? പേടിക്കണ്ട, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഗൗരി അവള് നോക്കും. ജീന, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്താ ഏട്ടാ? ഓക്കെ, അത് ഞാൻ ഏറ്റു. ഗായ്സ്, നിങ്ങളോ? അതെ, ഞങ്ങൾ തന്നെ. പോയിട്ട് 2 ദിവസം പോലും ആയിട്ടില്ല, അപ്പോഴേക്കും വന്ന. പാതി വഴി ഒരു ട്രിപ്പ് മുടങ്ങിയില്ലേ, അത് കംപ്ലീറ്റ് ചെയ്യാൻ വന്നതാ. അപ്പൊ നമ്മൾ 5 പേരും ട്രിപ്പിന് പോവും അല്ലേ? അതെല്ലോ. ഫൈനലി എല്ലാം സെറ്റായി. സോ മറ്റന്നാൾ നമ്മൾ ട്രിപ്പ് പോവും. ബട്ട് ഗൗരി, എനിക്ക് വരാൻ പറ്റില്ല. എന്താ ഷ്യാം, നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? പപ്പ വിളിച്ചിരുന്നു, അർജന്റായി അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേ. എനിക്ക് പോയേ പറ്റൂ. ട്രിപ്പിന് നിങ്ങൾ ചെല്ല്, നമുക്ക് വേറൊരു ദിവസം പോവാം. ബട്ട് നീ ഇല്ലാതെ. ഈ മൊയിലെ, നീ ഇമോഷണൽ ആവരുത്. അർജന്റ് ആയതുകൊണ്ടല്ലേ. വേഗം പോയി കിടക്ക്, നാളെ എന്റെ കൂടെ വരാനുള്ളതാ. എങ്ങോട്ട്? നാളെയാ എന്റെ ഫ്ലൈറ്റ്. നീ അല്ലാതെ വേറെ ആരാ എന്നെ ഡ്രോപ്പ് ചെയ്യും? ഞാൻ എത്ര നേരായി വിളിക്കുന്നു. ചെറിയൊരു വർക്കിലാ ഗൗരി ഞാൻ. എന്താണ് എനിക്ക് ദേഷ്യം? ഒന്നുമില്ല. ഗൗരി, ഐ ആം സോറി. ഞാൻ പിന്നെ വിളിക്കാം, കുറച്ച് തിരക്കുണ്ട്. അപ്പൊ 2 days വിളിക്കണ്ട എന്നാണോ ഹർഷേട്ടൻ പറയുന്നേ? അതെ, അത്രയ്ക്ക് വർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നെ കൂടെ വിളിക്കാൻ പറ്റില്ല, അതാ. ബട്ട് ഹർഷേട്ടാ. ഐ എം സോറി പൂജ, ഞാൻ വിളിക്കാം. ഓഫീസിൽ നിന്ന് കോൾ ചെയ്തു. ദേ, നീ പറഞ്ഞ പോലെ എല്ലാം ഞാൻ പറഞ്ഞു. ഇന്നൊരു ദിവസമല്ലേ, നാളെ അവരെ പിണക്കം നമുക്ക് മാറ്റാം. നീ ഉറങ്ങിയില്ലേ ഗൗരി? ഞാൻ ഉറങ്ങിയല്ലോ. ബട്ട് മുഖത്ത് നല്ല ക്ഷീണം. അത് തലവേദന ഉണ്ടായിരുന്നു, അതാ. അപ്പൊ പൂജ, നിനക്കോ? എനിക്കെന്ത്? നിന്റെ മുഖത്തും ഉണ്ടല്ലോ ക്ഷീണം. എന്താ 2 പേരും കാമുകന്മാരായിട്ട് വഴക്കിട്ടോ? ഏയ് ഇല്ല. അത് നിങ്ങളെ മുഖത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ആക്കാൻ നോക്കും. ഗൈസ്, പോവണ്ടേ? ഗൗരി,
നീ കരയാതെ. ഞാൻ പെട്ടെന്ന് തന്നെ വീഴാൻ നോക്കാം. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത്? അത് വഴിയേ മനസ്സിലായിക്കോളൂ. ഇപ്പൊ നീ കരയാതിരിക്കും. പോയിട്ട് വേഗം വാ. ഡീ പൂജ, അവളോട് പറഞ്ഞു തന്നെയാ നിന്നോടും പറയാനില്ല. വെറുതെ കരയരുത്. അവൻ പോയി, നിങ്ങൾ വാ, നമുക്ക് പോവാം. ഇതെന്താ വാതിലൊക്കെ തുറന്നെടുക്കുന്നേ? നമ്മൾ ലോക്ക് ചെയ്തിട്ടല്ലേ പോയത്? ഇനി വല്ല കള്ളന്മാരും. ഈ ബാംഗ്ലൂർ സിറ്റിയിലോ? എന്താ ഇവിടെ കള്ളന്മാർക്ക് വന്നൂടെ? ഓ, രണ്ടും ഒന്നും മിണ്ടാതെ തന്നെ നമുക്ക് ആരാന്ന് പോയി നോക്കാം. വെയിറ്റ്, ഞാൻ ആദ്യം ഒരു കമ്പ് എടുത്തു വരാം. കിട്ടി. നൗ ഫോളോ മീ ഗൈസ്. മമ്മി, നല്ല പരിചയമുള്ള സൗണ്ട്. അയ്യോ, ഓ നോ, ഏട്ടൻ. ഇവനോ? അയ്യോ ഹർഷേട്ടൻ, ദാ അഖിലേ, നിന്നെ ഞാൻ അറിഞ്ഞോ ഇത് ഹർഷേട്ടനാണെന്ന്? ആരെയും കുറച്ച് വെള്ളം എടുക്ക്. ആരാ? എന്താ? ദൈവമേ, അടികൊണ്ടുള്ള ബോധവും പോയോ? നമുക്ക് ഒന്നുകൂടെ അടിച്ചു നോക്കിയാലോ? പോയ ബോധം ചിലപ്പോ വന്നാലോ? നിനക്ക് അവനെ കൊല്ലാൻ ഇത്രക്ക് ആഗ്രഹമുണ്ടോ? പൂജ, നീ എന്താ ഇവിടെ? അത് ഞാനല്ലേ ചോദിക്കേണ്ടേ? ഹർഷേട്ടൻ എന്താ ഇവിടെ? അത് ശരിയാണല്ലോ, ഞാൻ എന്താ ഇവിടെ? പൂജ, നീ ആ വെള്ളം തന്നെ. ഇനി പറ, നീ എന്താ ഇവിടെ? അത് ഞങ്ങൾ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ. ഞങ്ങളോ? ഹായ് ഗൈസ്. ഗൗതം, അതെ, നിങ്ങളെ റൊമാൻസ് കഴിഞ്ഞെങ്കിൽ എന്നെ ഒന്ന് പോക്കായിരുന്നു. ഡി ജീന, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇന്ന് വരുമെന്ന്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മാത്രല്ല, പെട്ടെന്ന് ഡോറൊക്കെ തുറന്നു കിടന്നപ്പോ കള്ളനാണെന്ന് കരുതിയാ ഞങ്ങൾ അടിച്ച്. എല്ലാം എനിക്ക് മനസ്സിലായി. എന്നാലും അഖിലേ, ഇത് വല്ലാത്തടിയായിപ്പോയി. സോറി ഹർഷ, പെട്ടെന്ന് കണ്ടപ്പോ തെറ്റിദ്ധരിച്ചല്ലേ. ഹർഷേട്ടാ, വേദന ഉണ്ടോ? അയ്യോ, ഇതുവരെ ആ തരിപ്പ് മാറിയിട്ടില്ല. ആണെങ്കിലേ അത് കണക്കായിപ്പോയി. നിങ്ങൾക്ക് ഒന്നിന്റെ കൂടെ കുറവുണ്ട്. പൂജ, അങ്ങനെ പറയരുത്. അവൾ അങ്ങനെ പറയും. ദേ, ഇവിടെ നിൽക്കുന്നില്ലേ വേറൊന്ന്, അതിന് രണ്ടെണ്ണം കിട്ടാത്തതിന്റെ പ്രശ്നം. എന്തായാലും സർപ്രൈസ് അല്ലേ, നിങ്ങൾ അതും കെട്ടിപ്പിടിച്ച് കുത്തരണം. ഞാൻ പോവാ. പൂജ, ഞാനും വരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ സർപ്രൈസ് വേണ്ടാന്ന്. സമാധാനായത്? എന്തായാലും രണ്ടും പോയി പ്രോബ്ലം സോൾവ് ആക്കാൻ നോക്കാം.